നമ്മുടെ സംസ്ഥാനത്ത് വനം വകുപ്പ് ഗസറ്റിൽ പ്രഖ്യാപിച്ച കരട് ബില്ലിനെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് മിക്കവാറും കാര്യങ്ങൾ വസ്തുതകളെ പരിശോധിക്കാതെയുള്ളതാണ് എന്നതിനാൽ ആ വിവാദങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും ബന്ധപ്പെട്ടവരോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ലിൽ ആ ബില്ലിൽ ചേർത്തിട്ടുള്ള പല ഭാഗങ്ങളും കർഷക വിരുദ്ധമാണ് എന്ന നിലപാടാണ് പലരും സ്വീകരിച്ചു കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ ഭേദഗതി ബില്ലിൽ വന്യജീവി സംഘർഷം സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. ഇത് നിലവിലുള്ള വനസംരക്ഷണ കേരള വന ബില്ലിൽ ഉള്ള ഭേദഗതിയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള ബില്ലിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ മാറ്റങ്ങളോടാണ് വിയോജിപ്പ്, അത് വ്യക്തമാക്കിയാലാണ് അതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ, കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ അവരോടെല്ലാം മുൻവിധികളില്ലാതെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗവൺമെൻറ് തയ്യാറാണ്. ഈ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചില്ലെങ്കിൽ പ്രാബല്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന നിയമം എന്താണ്? നിലവിലുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള നിയമം അതേപടി തുടരുകയാണോ വേണ്ടത്, കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കി അവ പരിഷ്കരിക്കുകയാണോ വേണ്ടത്? ഇതിനാണ് വികാരപരമായി സംസാരിക്കുന്ന വ്യക്തികളും സംഘടനകളും മറുപടി നൽകേണ്ടതുണ്ട്. ഈ ബിൽ പിൻവലിച്ചു എന്നിരിക്കട്ടെ, എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചു എന്നിരിക്കട്ടെ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമം ഏതാണ്? ഇപ്പോഴത്തെ ബില്ലാണ്. സർക്കാർ ചെയ്തത് ഇപ്പോഴത്തെ ബില്ലിൽ ചില മാറ്റങ്ങളാണ്. ഇപ്പോഴത്തെ ബില്ലിൽ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉപാധി വകുപ്പുകളോ കാര്യങ്ങളോ ഇല്ല. അത് കേന്ദ്ര വന സംരക്ഷണ വന്യജീവി സംരക്ഷണ നിയമത്തിലാണത്. ആ കാര്യത്തിൽ ഭേദഗതികൾ ആവശ്യമുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭേദഗതികൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. പക്ഷേ ആ ഭേദഗതി ഇതിലൂടെ പരിഹരിക്കാൻ, സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കർഷക വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നിയമത്തിൽ ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർക്ക് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് നിലവിലുള്ള നിയമത്തിൽ. അപ്പോൾ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അവിടുത്തെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിൽ
ഒരാളാണ്. നിലവിലുള്ള നിയമത്തിൽ അത് തുടരുകയാണോ വേണ്ടത്? അത് തുടരുകയാണ് വേണ്ടത് എന്ന് വനസംരക്ഷണ കർഷക സംരക്ഷണ ആളുകൾ പറഞ്ഞാൽ തുടരുന്നതിന് എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധമില്ല. എന്നാൽ വാച്ചർമാരുടെ ഗണത്തിൽപ്പെടുന്നവർക്ക് ഇങ്ങനെയൊരു അധികാരമുള്ളത് എടുത്തു കളയാനാണ് തീരുമാനിച്ചത്. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, പക്ഷേ ഈ നിയമഭാഷ വരുമ്പോൾ നേരത്തെയുള്ള വാക്കിൽ നിന്നും അറസ്റ്റ് അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതലുള്ളവർക്കായി, അതിൻ്റെ താഴെയുള്ളവരിപ്പോൾ ഉണ്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിരോധമില്ല വ്യക്തിപരമായി. ഇപ്പോഴുള്ളതാണോ വേണ്ടത്? ഈ മാറ്റമാണോ വേണ്ടത്? ഇത് ഇത്രയും പോരാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ബീറ്റ് ഫോറസ്റ്റർ പോരാ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണമെന്നൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിനൊരു പ്രയാസവും നമുക്കറിയാം. പക്ഷേ ഇപ്പോഴുള്ളതാണോ തുടരേണ്ടത്? ഇതാണോ അതിനേക്കാൾ മെച്ചം ഇതാണോ? രണ്ടാമത്തെ എന്താണ്? ഇതേപോലെ തന്നെ തൊണ്ടി സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതിനും കണ്ടുകെട്ടുന്നതിനും വാച്ചർ ഉൾപ്പെടെയുള്ള ഏത് ഫോറസ്റ്റ് ഓഫീസർമാർക്കും ഇപ്പോൾ അധികാരമുണ്ട്. അവിടെയും നമ്മൾ വാച്ചർമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് നിർദ്ദേശിച്ചത്. അത് വളരെ ലഘുവായ ഭേദഗതിയാണ്. അതിന്മേൽ പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒട്ടും ഒരു യുക്തിക്കും നിരക്കുന്നതല്ല. മറ്റൊന്നെന്താണ്? ഇപ്പോൾ ക്രിമിനൽ നടപടി നിയമമുണ്ട്. പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോൾ, നടപടികൾ സ്വീകരിക്കുമ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ഇവിടെ അതില്ല. അപ്പോൾ ഇനി മുതൽ അത് വനം വകുപ്പിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ നടപടിക്രമങ്ങൾ ഒന്നുമില്ലാതെ നടത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ മെച്ചമാണോ ദോഷമാണോ എന്ന് നിഷ്പക്ഷമതികൾ ആലോചിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോഴത്തെ നിയമപ്രകാരം സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ ഭൂമിയിൽ വളരുന്ന ചന്ദനമരം മുറിക്കാൻ അധികാരമില്ല. എന്നാൽ വനം വകുപ്പ് മുഖേന ചന്ദനം മുറിച്ച് വിൽപ്പന നടത്തി ആയതിൻ്റെ വില ഈടാക്കി ബില്ലിൽ വ്യവസ്ഥ ചെയ്തു. അതെങ്ങനെയാണ് കർഷകദ്രോഹം എന്നെനിക്ക് മനസ്സിലായില്ല. ഇത് കർഷകദ്രോഹമാണ് എന്ന് പറയുന്നവർ, ഇത്രയും അറിവും പരിചയമുള്ള ആളുകൾ അങ്ങനെ പറയുമ്പോൾ ഇത് കർഷകദ്രോഹമാണോ അല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടാണുള്ളത്.